ഈ സംവിധായകർ നേരത്തെ പടമെടുത്ത നിർമ്മാതാക്കളെയല്ല നോട്ടമിടുന്നത്, പുതിയ നിർമ്മാതാക്കളെ. കേരളത്തിൻ്റെ പല പല കോണുകളിൽ നിന്നും പുതിയ നിർമ്മാതാക്കളെ ഇവർ ചാക്കിട്ട് പിടിക്കും. ചിലപ്പോൾ ഗൾഫിൽ നിന്ന്, ചിലപ്പോൾ അമേരിക്കയിൽ നിന്ന്, എന്നുവെച്ചാൽ അവിടെയൊക്കെയുള്ള മലയാളികളെ. ഇങ്ങനെ ചാക്കിട്ട് പിടിക്കാൻ ഇവർക്ക് ചില ഏജൻറ്റുമാരും ഉണ്ട്. അവരെയും കൂടി ചേർത്താണ് ഞാൻ നേരത്തെ മാഫിയ സംഘം എന്ന് സൂചിപ്പിച്ചത്. ഇവരെല്ലാവരും കൂടി ചെയ്യുന്ന പരിപാടി എന്താണെന്ന് വെച്ചാൽ, ഈ പുതിയ നിർമ്മാതാവിന് മോഹനസുന്ദരമായ ഒരു സിനിമാ സ്വപ്നം അങ്ങോട്ട് കൊടുക്കും. എന്ന് വെച്ചാൽ സാധാരണഗതിയിൽ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത് സിനിമ പിടിക്കാൻ ധാരാളം പണം വേണമെന്നല്ലേ. പക്ഷേ ഇവർ പറയുക എന്താണെന്ന് വെച്ചാൽ, ഒരു പടം പിടിക്കാൻ 5 ലക്ഷം, ഈ തുകയിൽ ചിലപ്പോൾ ഏറ്റക്കുറച്ചിൽ കാണും. നിർമ്മാതാവിൻ്റെ കണ്ണ് തള്ളുന്നു. ഒരു പടം പിടിക്കാൻ 5 ലക്ഷം രൂപയും. അപ്പോൾ ഇവർ പറയും, നമ്മൾ ഒരു ലോ ബഡ്ജറ്റ് പടമാണ് എടുക്കാൻ പോകുന്നത്, വലിയ താരങ്ങളുടെ ആവശ്യമേ ഇല്ല, നല്ല ഒന്നാം തരം മിമിക്രിക്കാരില്ലേ, അവർക്ക് കുറച്ച് കാശ് കൊടുത്താൽ പോരെ, അവരെ നമ്മൾ ബുക്ക് ചെയ്യുന്നു. പടം കോമഡിയാണല്ലോ, ഒരു പ്രശ്നവുമില്ല. പിന്നെ ഈ ആദ്യത്തെ 5 ലക്ഷം എന്ന് പറയുന്നത് എനിക്കും, എന്ന് വെച്ചാൽ സംവിധായകനും, പിന്നെ പുള്ളിയുടെ നേരത്തെ പറഞ്ഞ മാഫിയ സംഘത്തിലുള്ള ആളുകൾക്ക് ഒക്കെ ആയിട്ട് അഡ്വാൻസ് എന്നുള്ള ഓമന പേരിൽ അങ്ങ് കൊടുക്കുക. അപ്പോൾ പിന്നെ താരങ്ങൾക്ക് അഡ്വാൻസ്, തിരക്കഥാകൃത്തിന് അഡ്വാൻസ്. ഇത്രയുമായി കഴിഞ്ഞാൽ നമ്മൾ പടം അനൗൺസ് ചെയ്യുന്നു. അനൗൺസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ റിക്കോർഡിങ്ങാണ്. റിക്കോർഡിങ്ങിന് ഒരു പ്രശ്നവുമില്ല. ഈ ചിലവിനുള്ള കാശ്, റിക്കോർഡിങ് ചിലവ്, പാട്ട് റെക്കോർഡ് ചെയ്യാനുള്ള കാശ് കാസറ്റുകാർ തരും, അതിൻ്റെ കൂടെ ലാഭവും തരും. അപ്പോൾ പിന്നെ പ്രശ്നമില്ല, അതിന് ചിലവില്ല. അത് കഴിഞ്ഞാൽ നമ്മൾ ഷൂട്ടിംഗ് തീരുമാനിക്കും. ഷൂട്ടിംഗ് തീരുമാനിക്കുമ്പോഴേക്കും പിന്നെ വിതരണക്കാർ വരുമല്ലോ. വിതരണക്കാർ മിനിമം എന്തായാലും 50 ലക്ഷം രൂപ ഈ അഡ്വാൻസായിട്ട് തരും. കാരണം പടം കോമഡിയാണല്ലോ, അപ്പോൾ എന്തായാലും വിതരണക്കാർ വരുന്നുള്ള കാര്യം ഉറപ്പാണല്ലോ. അങ്ങനെ നമ്മൾ ഷൂട്ടിംഗ് തുടങ്ങുന്നു. തുടങ്ങിക്കഴിഞ്ഞാൽ അതാ വരുന്നു എന്ത്, ഓവർസീസ് റൈറ്റ്. അതിന് മിനിമം 15 ലക്ഷം രൂപ ഉറപ്പ്. പിന്നെയും കുറച്ച് കഴിയുമ്പോൾ അതാ വരുന്നു സാറ്റലൈറ്റ് റൈറ്റിനുള്ള ആളുകൾ, എന്ന് വെച്ചാൽ TV ചാനലിൻ്റെ, അതും മിനിമം 15 ലക്ഷം. അപ്പോൾ പണം എത്രയായി പറയൂ? 80-85 ലക്ഷം രൂപ നമ്മുടെ കയ്യിൽ വരികയാണ്. ഈ ലോ ബഡ്ജറ്റിന് പടത്തിന് നമ്മുടെ ചിലവോ 50 ലക്ഷം രൂപ. എന്ന് വെച്ചാൽ പടം ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ ആദ്യം മുടക്കിയ 5 ലക്ഷം കഴിച്ച് ബാക്കി 30 ലക്ഷം രൂപ ലാഭം. പടം ഇറങ്ങിയാലുള്ള ലാഭം അത് വേറെ.